ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭയിൽ മോശമായി പെരുമാറിയെന്ന് കാണിച്ച് ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള 8 പ്രതിപക്ഷ എംപിമാർക്ക് സസ്പെൻഷൻ. രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ച തുടരുന്നു. രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷാ പേ ചർച്ച വീക്ഷിക്കാൻ പൌരന്മാരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള ചരിത്രപരമായ വ്യാപാര കരാറിനാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയായതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ശബരിമല വിഷയത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധം. സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. നിരവധി മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഈണമിട്ട സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടറിൽ അസമിനെ തകർത്ത് കേരളം സെമിയിൽ. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഒന്നിലേറെ തവണ നിർത്തിവച്ച ശേഷം സഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനിടെ സഭയിൽ മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള 8 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തു. ബജറ്റ് സമ്മേളന കാലയളവിലേക്കാണ് സസ്പെൻഷൻ. സഭയിലെ മോശം പെരുമാറ്റവും ചട്ടലംഘനവും കണക്കിലെടുത്ത് 7 കോൺഗ്രസ് എംപിമാരെയും 1 CPI അംഗത്തിനെയും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് അവതരിപ്പിച്ചത്. പ്രമേയം ശബ്ദ വോട്ടോടെ സഭ പാസാക്കുകയായിരുന്നു. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായും നാളെ രാവിലെ 11 മണിക്ക് വീണ്ടും സമ്മേളിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. അതേസമയം രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ച തുടരുകയാണ്. 2025 വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ആക്ട് എല്ലാവരെയും ഉൾച്ചേർത്തുള്ള വികസനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് കേന്ദ്ര സർക്കാർ. സ്ത്രീകളുടെ 1/3 പങ്കാളിത്തമെങ്കിലും ഉറപ്പാക്കുമെന്നും സ്ത്രീകൾക്കൊപ്പം 5 വയസ്സിന് താഴെയുള്ള 5 അതിലധികമോ കുട്ടികളുണ്ടെങ്കിൽ ജോലിസ്ഥലങ്ങളിൽ ക്രഷ് സൗകര്യമൊരുക്കുമെന്നും കൃഷി സഹമന്ത്രി കമലേഷ് പസ്വാൻ ലോക്സഭയിൽ പറഞ്ഞു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വളർച്ചയും സുരക്ഷയും സാങ്കേതിക വികസനവും രാജ്യ പുരോഗതിക്ക് കരുത്ത് പകരുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒഡീഷയിലെ ബാലസോറിൽ ഫക്കീർ മോഹൻ സർവകലാശാലയുടെ 12ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. କାବ୍ୟ ସାହିତ୍ୟ ଲିଖିତ ହୋଇଛି ତା ନୁହେଁ. ବିଜ୍ଞାନ, ଭେଷଜ ବିଜ୍ଞାନ, ଜ୍ୟୋତିଷ ବିଜ୍ଞାନ, ବାସ୍ତୁକଳା, ସମର କଳା, ନୌକା ନିର୍ମାଣ କଳା ସହିତ ଯୋଗ ଓ ପ୍ରାଣାୟାମ വിഷയമാണ് മറ്റ് ഉല്ലേഖ ରହିଛି. പുരാതന ഗ്രന്ഥങ്ങൾ, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വാസ്തുവിദ്യ തുടങ്ങിയ മേഖലകൾ അറിവുകളുടെ ഉറവിടമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. നവീകരണവും സാമൂഹിക പരിവർത്തനവും ലക്ഷ്യമിട്ട് വേണം രാജ്യത്തെ സർവകലാശാലകൾ പ്രവർത്തിക്കാനെന്നും ശ്രീമതി മുർമു പറഞ്ഞു. 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ഒഡീഷയിലെത്തിയത്. ഇന്ത്യ US വ്യാപാര കരാറിൽ ധാരണയായി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ 18% കുറയ്ക്കാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 140 കോടി ഇന്ത്യൻ ജനതയുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് നന്ദി രേഖപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കുമിടയിലെ മനോഹര ബന്ധം ഇനിയും ശക്തിപ്പെടുമെന്ന് ട്രംപ് അറിയിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ചരിത്രപ്രധാനമായ വ്യാപാര കരാർ സുസ്ഥിര പ്രയത്നത്തിന്റെ ഫലമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ NDA എംപിമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ ഇന്ത്യയ്ക്ക് കൂടുതൽ അനുകൂല സാധ്യതകളാണുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള ചരിത്രപരമായ വ്യാപാര കരാറിനാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയായതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതാണ് വ്യാപാര കരാറെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉയർന്ന പകരത്തീരുവ പോലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടും ന്യായവും സന്തുലിതവുമായ വിപണി ഉറപ്പാക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. एक बड़ा मजबूत भारत के भविष्य को 4 चांद लगाने वाला ट्रेड डील माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में फाइनलाइज किया गया है. वो हमारे सभी पड़ोसी, उन सभी देशों में सबसे बढ़िया डील भारत को मिली है, जो देशवासियों के उज्जवल भविष्य के लिए शुभ संकेत लाती है. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, MSMEകൾ, വനിതാ സംരംഭകർ, യുവാക്കൾ എന്നിവർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. കരാറിൽ ഇന്ത്യയുടെ കാർഷിക താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി.
വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷാ പേ ചർച്ച പരിപാടി വീക്ഷിക്കാൻ പൌരന്മാരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമ്മർദ്ദമില്ലാതെ പരീക്ഷകളെ നേരിടേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഉപഭോക്തൃ വിവരങ്ങൾ പങ്കിടാനും പൌരന്മാരുടെ സ്വകാര്യതയെ ചൂഷണം ചെയ്യാനും മെറ്റ ഉൾപ്പെടെയുള്ള ടെക് ഭീമന്മാർക്ക് അവകാശമില്ലെന്ന് സുപ്രീംകോടതി. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചുമത്തിയ 213 കോടി രൂപ പിഴയ്ക്കെതിരെ മെറ്റായും വാട്സാപ്പും സമർപ്പിച്ച അപ്പീലുകൾ പരിഗണിക്കുകയായിരുന്നു കോടതി. വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അംഗമായ ബെഞ്ച് ഈ മാസം 9 ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. ശബരിമല വിഷയത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ MLA-മാർ പ്രതിഷേധിക്കുന്നതിനിടെ ഒരംഗം സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്നത് അടക്കമുള്ള അത്യസാധാരണ രംഗങ്ങളായിരുന്നു നിയമസഭയിൽ അരങ്ങേറിയത്. ശബരിമല കേസ് അന്വേഷണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പിന്നീട് പ്രതിപക്ഷം ബഹിഷ്കരണം പ്രഖ്യാപിച്ചു പുറത്തു പോവുകയും സഭയിൽ ബജറ്റ് ചർച്ച തുടരുകയും ചെയ്തു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയോടെ പിരിഞ്ഞ സഭ നാളെ വീണ്ടും സമ്മേളിക്കും. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. 1986 രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിന് സംഗീതം നൽകി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ജോണി വാക്കർ, ധ്രുവം, കിലുക്കം, മിന്നാരം, വാത്സല്യം, കാബൂളിവാല തുടങ്ങി 150ഓളം മലയാള ചിത്രങ്ങൾക്ക് സംഗീതം നൽകി. സംഗീത സംവിധാനത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ അനുശോചിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. നടപ്പ് സാമ്പത്തിക വർഷം 6.8 മുതൽ 7.2% വരെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്ന ഇന്ത്യ ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി തുടരുകയാണെന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് സെക്രട്ടറി M. നാഗരാജു. ന്യൂഡൽഹിയിൽ അസോച്ചം സംഘടിപ്പിച്ച ബജറ്റാനന്തര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ-US വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. കേന്ദ്ര ബജറ്റ് 2026-27 കുറിച്ചുള്ള ചർച്ച നാളെ ഉച്ചയ്ക്ക് 1:45 കേൾക്കാം. ചർച്ചയിൽ സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ മേരി ജോർജ് സംസാരിക്കുന്നു. വ്യോമസേനയുടെ K2K കന്യാകുമാരി കാർഗിൽ സൈക്കിൾ റാലിക്ക് ആക്കുളം ദക്ഷിണ വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്ന് തുടക്കമായി. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ചന്ദ്രശേഖറാണ് റാലിക്ക് നേതൃത്വം നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. രാജ്യത്തെ വിവിധ വ്യോമ കമാൻഡുകളിൽ നിന്നായി ഒരു വനിത ഉൾപ്പെടെ 12 സൈനികർ പങ്കെടുക്കുന്ന കന്യാകുമാരി കാർഗിൽ K2K സൈക്കിൾ റാലിക്കാണ് ആക്കുളത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് തുടക്കമായത്. ദക്ഷിണ വ്യോമസേന മേധാവി എയർ മാർഷൽ മനീഷ് ഖന്ന ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒക്ടോബർ 22 വരെ നീളുന്ന റാലിക്കിടെ സംഘം 4335 കിലോമീറ്റർ സഞ്ചരിച്ച് വിവിധ മേഖലകളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് കന്യാകുമാരിയിൽ എത്തുന്ന റാലി നാളെ രാവിലെ തിരുനെൽവേലിക്ക് തിരിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടറിൽ അസമിനെ 3 ഗോളിന് തകർത്ത് കേരളം സെമിഫൈനലിൽ. മറ്റന്നാൾ നടക്കുന്ന സെമിയിൽ പഞ്ചാബാണ് കേരളത്തിന്റെ എതിരാളി. ക്വാർട്ടർ പോരാട്ടത്തിലെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സർവീസസിനോട് പരാജയപ്പെട്ട് നിലവിലെ ചാമ്പ്യന്മാരായ പശ്ചിമബംഗാൾ പുറത്തായി. കേരളത്തിൽ SIR-ന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുക. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ നൽകാൻ അവസരമുണ്ടാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭയിൽ മോശമായി പെരുമാറിയെന്ന് കാണിച്ച് ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള 8 പ്രതിപക്ഷ MPമാർക്ക് സസ്പെൻഷൻ. രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ച തുടരുന്നു. രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷാ പേ ചർച്ച വീക്ഷിക്കാൻ പൌരന്മാരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള ചരിത്രപരമായ വ്യാപാര കരാറിനാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയായതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ശബരിമല വിഷയത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധം. സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. നിരവധി മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഈണമിട്ട സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടറിൽ അസമിനെ തകർത്ത് കേരളം സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.